ഏതെങ്കിലും ഒരു സമയത്ത് സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചിരുന്നോ രാഷ്ട്രീയത്തിലേക്ക് വരുമെന്നുള്ളത്? പോലീസിന്റെ ഒരു ടാസ്ക് എനിക്ക് ദൈവം കൊണ്ട് തന്ന. ഞാൻ സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്ന IAS ഓഫീസർ ആവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എൻ്റെ 7 മാർക്കിന്റെ കുറവ് കൊണ്ടാണ് IPS ആയത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസറായിട്ട് വരാനും പറ്റിയത്. സ്വാഭാവികമായും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും മാഡത്തിന് ക്ഷണം വന്നിട്ടുണ്ടാവില്ലേ? അപ്പൊ അതിൽ നിന്ന് എനിക്ക് BJP മതി എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടായിരുന്നു? മോഡിജി അറിയോ, ഞാൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും അപ്പീലിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. നരേന്ദ്ര ദാമോദർ ദാസ് മോദിജി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു വ്യക്തിത്വമാണ്. പെറ്റ്സിന്റെ കാര്യത്തിൽ വളരെ പ്രാവീണ്യമുള്ള ആളും സ്നേഹമുള്ള ആളാണെന്നും കേട്ടിട്ടുണ്ട്. പട്ടിയില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് എനിക്ക്. അപ്പൊ പറയും എന്നെ പട്ടി പണ്ട് കടിച്ചിട്ടുണ്ട്, പട്ടിയെ വളർത്താനൊന്നും പറ്റത്തില്ല എന്ന് പറയും. അപ്പൊ ഞാൻ പറയും അയ്യോ എന്നാ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. പട്ടിയാണോ വലുത്? ഞാൻ ആ പട്ടിയാ വലുത്. പട്ടിയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ഉണ്ണിയില്ലാതെ ഞാൻ ജീവിച്ചോളാം. അങ്ങനെ ഒഴുക്കോട് കൂടി എങ്ങനെ സംസാരിക്കുന്നുള്ളത് വലിയൊരു അത്ഭുതമായിരുന്നു. ജീവിതം തന്നെ എങ്ങനെയാ, ഒരു ഒഴുക്കിലങ്ങ് പോവാണ്. എനിക്കറിയില്ല, ഒന്നും പ്ലാൻ ചെയ്ത് ചെയ്യുന്നതല്ലല്ലോ. ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് വന്നിരുന്ന എന്നെ എന്തോ അടി നീ വിചാരിച്ചു, നീ ആരടി ഓർത്തുകോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സംസാരിക്കുന്ന ആൾ എൻ്റെ വീട്ടിനകത്ത് എൻ്റെ മുറിക്കകത്ത് കയറി വന്ന് എൻ്റെ തെറി വിളിക്കുന്നുണ്ട്. ഞാൻ അയാളെ ഹൈഡ് ചെയ്യും, ബ്ലോക്ക് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. വട്ടിയൂർക്കാവിലെ MLA ആയിട്ട് എത്തുകയാണെങ്കിൽ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനം എന്തായിരിക്കും? വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം. അതാണ് ഏറ്റവും പത്തറ്റിക്. നമ്മൾ വട്ടിയൂർക്കാവ് എന്ന് പറയുമ്പോൾ തന്നെ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ്റെ പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് മനസ്സിലോട്ട് എല്ലാവരുടെയും മനസ്സിൽ വരുന്നത്. ഈ റോഡിൻ്റെ മുകളിൽ ഇങ്ങനെ ടാർ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ, അതിൻ്റെ അടിയിൽ കിടക്കുന്ന പൈപ്പുകളും വാട്ടർ പൈപ്പും ഒക്കെ ദ്രവിച്ചതാണ്. അതൊന്നും അവർ മാറ്റിയിട്ടും ഇല്ല, അത് ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്നു. MLAക്ക് എന്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല? ഈ പോളിടെക്നിക്ക് വളരെ മോശം സ്ഥിതിയിലിരിക്കുന്നു. അവിടുത്തെ ജനറൽ ഹോസ്പിറ്റലുണ്ട് പേരൂർക്കടയിൽ, വളരെ മോശമാണ്. അവിടെ മരുന്നില്ല, സ്റ്റാഫില്ല, കെട്ടിടം ശരിയല്ല. അപ്പം അങ്ങനെ അതിൻ്റെ സാഹചര്യം മെച്ചപ്പെടുത്തിയെടുക്കണം. പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി ചേതനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ, പൂങ്കാവനങ്ങളുണ്ടിവിടെ. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി ശ്രീലേഖ മാമാണ് നമ്മുടെ കൂടെ ഉള്ളത്. മാം, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ആക്ച്വലി ഞാൻ മാമിൻ്റെ IPS ആ ഒരു ജേർണിയിലൊക്കെ വളരെ ഇൻസ്പയറിംഗ് ആയി നോക്കിയിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ബിക്കോസ് ഒരു സ്ത്രീ IPS ഓഫീസറുടെ അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറുടെ യൂണിഫോം ഒക്കെ ഇട്ട് ഭയങ്കര ഗമയിൽ നടന്നു വരുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ ഗൂസ് ബംസ് കേൾക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഗമയിലായിരുന്നു നടന്നത്. തീർച്ചയായിട്ടും നല്ല ഗമ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഏതെങ്കിലും ഒരു സമയത്ത് സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചിരുന്നോ രാഷ്ട്രീയത്തിലേക്ക് വരുമെന്നുള്ളത്? ഇല്ല മോളെ, വിചാരിച്ചിരുന്നതേ ഇല്ല. അതിനുശേഷം അല്ല, അതിന് മുമ്പും. കാരണം എനിക്ക് ഈ ഒരു പബ്ലിക് സർവൻറ്റ്, ഒരു പൊതു സേവിക എന്നുള്ള നിലയിൽ പോലീസിന്റെ ഒരു ടാസ്ക് എനിക്ക് ദൈവം കൊണ്ട് തന്നതാണ്. ഞാൻ സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്ന IAS ഓഫീസർ ആവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എൻ്റെ 7 മാർക്കിന്റെ കുറവ് കൊണ്ടാണ് IPS ആയത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസറായിട്ട് വരാനും പറ്റിയത്. അതെന്തൊരു ഭാഗ്യമല്ലേ? ആ ഭാഗ്യമാണ്, വലിയ ഭാഗ്യമാണ്. പക്ഷെ ആ സമയത്ത് ഞാൻ കരഞ്ഞു. പക്ഷെ എന്നാലും ആലോചിക്കുക, IAS ഓഫീസർ ആയിരുന്നെങ്കിൽ അസംഖ്യം സ്ത്രീകളിൽ ഒരാളായേനെ. അത് ഇവിടെ ഒന്നും നിൽക്കാനും പറ്റത്തില്ല, വേറെ ഏതോ കാഡറിൽ പോയേനെ. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഏതെങ്കിലും ഒരു കഷ്ടപ്പാട് നമുക്കത് ആ സമയത്ത് ഭയങ്കര വിഷമം തോന്നുമെങ്കിൽ അത് നല്ലതിനാണെന്ന് വരുന്നത് ഈ ഒരു സംഭവമൊക്കെ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലായില്ല. പക്ഷേ ഈ റിട്ടയർമെന്റിന് ശേഷം ഞാൻ സ്വസ്ഥമായിട്ട് ജീവിതം, ഞാനൊരു ചാനലുണ്ട്, ഞാൻ എഴുതും, വായിക്കും, പിന്നെ ഇഷ്ടമുള്ള കുറേ സിനിമകൾ കാണാം, റിലാക്സ് ചെയ്യണം, യാത്ര ചെയ്യണം എന്നൊക്കെയുള്ള ഐഡിയയിൽ ഒരിടത്തും പോകാതിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ പാർട്ടിക്കാരെ വന്ന് എന്നോട് ക്ഷണിച്ചുകൊണ്ട് പോകുന്നതും ഞാൻ BJPയിൽ ചേരുന്നതും. അതിനുശേഷം അതൊരു ഫ്ലോയിൽ, ഒരു ഒഴുക്കിലങ്ങ് സംഭവിച്ചാണ് ഇതൊക്കെ. സ്വാഭാവികമായും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും മാഡത്തിന് ക്ഷണം വന്നിട്ടുണ്ടാവില്ലേ? കാരണം ഇതുപോലത്തെ ഒരു അല്ലേ? അപ്പൊ അതിൽ നിന്ന് എനിക്ക് BJP മതി എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടായിരുന്നു? മോഡിജി അറിയോ, ഞാൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും അപ്പീലിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ഇവിടെയൊക്കെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. BJP കേന്ദ്രം പഠിച്ചപ്പോൾ ഞാൻ CBIയിലും ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോഴും എനിക്കത് BJP പാർട്ടി എന്ന് പറഞ്ഞ് എനിക്ക് ചേരണമെന്നോ പ്രവർത്തിക്കണമെന്നോ ഒന്നും തോന്നിയിട്ടില്ല. വാജ്പേയി, അദ്ദേഹത്തെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അദ്വാനിജിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് മിനിസ്റ്റേഴ്സിന്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് പാർട്ടിയിൽ ഒരു വലിയ താല്പര്യം തോന്നിയിട്ടില്ല. പക്ഷെ ഇദ്ദേഹം നരേന്ദ്ര ദാമോദർ ദാസ് മോദിജി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം അമേസിങ്. കഴിഞ്ഞ വർഷങ്ങൾ നമ്മൾ ഗുജറാത്ത് CM ആയിരുന്നപ്പോൾ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് ഗുജറാത്തിനെ ട്രാൻസ്ഫോം ചെയ്തത്. പക്ഷെ കഴിഞ്ഞ 12 വർഷമായിട്ട് എങ്ങനെയാണ് ഭാരതത്തിനെ
വളരെ താഴെ കിടന്ന ഒരു ഭാരതം എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ഇങ്ങനെയാണ് ഇത്രയും പൊക്കത്തിൽ കൊണ്ടുപോയി ലോകത്തിന്റെ ഏറ്റവും മുകളിൽ കൊണ്ടെത്തി. ഇപ്പൊ ആളുകളൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഭാരതത്തിനെയാണ് വിളിക്കുന്നത്, ഒന്ന് വന്ന് ശരിയാക്കി തരുമോ എന്ന് പറഞ്ഞാൽ. ആ ഒരു ഡെവലപ്മെന്റ്, പിന്നെ ജനങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുക, ഇത്രയധികം എല്ലായിടത്തും വൈദ്യുതി, എല്ലായിടത്തും ശുചിത്വം, എല്ലാ വീടുകളിലും ഗ്യാസ് സ്റ്റൗ, എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട്, ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം, കള്ളപ്പണമില്ല, തീവ്രവാദമില്ല, മാവോയിസം ഇല്ല, നക്സലിസം ഇല്ല. എന്തോ ഇത് യൂട്ടോപ്യൻ ഭരണം എന്നൊക്കെ പറയുന്ന പോലെ അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിക്ക് മാത്രമല്ലേ നേടിയെടുക്കാൻ പറ്റൂ. അത് നമ്മൾ എത്ര പറഞ്ഞാലും പറ്റില്ലല്ലോ. ലോകത്ത് ഇതുപോലൊരു നേതാവുണ്ടോ? ഞാനൊരു റിക്വസ്റ്റ് പറഞ്ഞോട്ടെ. ഭയങ്കര തിരഞ്ഞെടുപ്പ് ചൂടിൽ നിൽക്കുകയാണ്, തിരഞ്ഞെടുപ്പിന്റെ സമ്മർദ്ദത്തിൽ നിൽക്കുകയാണ്. ആ സമയത്ത് മാഡം വളരെ നല്ലൊരു ഗായികയാണെന്ന് എനിക്കറിയാം. ഒരു 2 വരി പാടാമോ? ഇപ്പോഴും മോളെ എന്തറിയോ, എന്റെ ശബ്ദം മൊത്തം പോയി കിടക്കുക. ഞാന് നമ്മുടെ ഗണഗീതം പാടിയാ മതിയോ? മതി മതി. പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി ശ്വേതനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ, പൂങ്കാവനങ്ങളുണ്ടിവിടെ. എത്ര ഒച്ച പോയി കിടക്കാന്ന് പറയുമ്പോഴും ഈ പാട്ട് പാടാൻ കാണിക്കുന്ന ആ ഒരു എനർജിയും ആ ഒരു കോൺഫിഡൻസും ഇല്ലേ, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പ്രചരണം ഭയങ്കര ചൂടിൽ നടക്കുകയാണ്. എല്ലായിടത്തും പോയി പ്രസംഗിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. അതിനിടയിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കും സമയം കണ്ടെത്താറുണ്ടോ? നമ്മുടെ ഒരു പേഴ്സണൽ ടൈം കണ്ടെത്താറുണ്ടോ? പേഴ്സണൽ ടൈം വളരെ പ്രയാസമാണ്. പക്ഷെ എനിക്ക് പാട്ടും ഡാൻസും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കലകളെല്ലാം ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. പാട്ട് പഠിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ ചെറുതായിട്ട് മൂളിപ്പാടുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടെ പാടും. പക്ഷെ ഇപ്പം തെറ്റുകൾ പറ്റാം, ചിലപ്പോൾ മറന്നു പോകും അതിൻ്റെ ഇടയിൽ കൂടെ. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാകുമ്പോൾ ഇടയ്ക്ക് വെച്ച് നിന്ന് പോകും. പക്ഷെ എന്നാലും കൂട്ടത്തിൽ ചേർന്ന് ആണല്ലേ. എടാ, ഞാൻ ആലോചിക്കരുത്, ഈ സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്ന എക്സാം എഴുതുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സ്ട്രെസ്സാണ്. ആ എക്സാം എഴുതി പാസ്സാവുന്ന ഒരാൾ അതേ സ്ട്രെയിൻ ആയിരുന്നോ ആദ്യമായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോൾ ഉണ്ടായത്? അല്ല. ഓ മൈ ഗോഡ്, സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത് അയ്യോ മൈ ഗോഡ്, അൺബിലീവബിളി സ്ട്രെനുവസ് ആണത്. അതെ അതെ, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരീക്ഷ. ഒരു വർഷമല്ല, എനിക്കത് 3 വർഷം നീണ്ടു നിന്നു. കാരണം ഞാൻ MA കഴിഞ്ഞ ശേഷം MPhil ചേരാൻ പോയപ്പോഴാണ് സിവിൽ സർവീസ് എക്സാം എന്നുള്ളത് എൻ്റെ അടുത്ത് ടീച്ചർ പറയുന്നത്. ടീച്ചർ പറഞ്ഞു. എന്നിട്ട് അടുത്ത വർഷം ഞാനത് അറ്റംപ്റ്റ് 1 വർഷത്തേക്ക് പഠിച്ച് പ്രിലിമിനറി എഴുതിയിട്ട് കിട്ടിയില്ല. അടുത്ത വർഷത്തേക്ക് ചെയ്യാം എന്ന് വിചാരിച്ചപ്പോഴേക്കും എനിക്ക് 24 ഇയേഴ്സ് ആയി. അപ്പോൾ 26 ആയിരുന്നത്, 26 ഇയേഴ്സ് വരെ എഴുതാൻ പറ്റുള്ളൂ, അതായത് അപ്പർ ഏജ് ലിമിറ്റ്. അടുത്ത വർഷം ഞാൻ പഠിച്ചു, നല്ല കഷ്ടപ്പെട്ട് പഠിച്ചു. അതിനോടൊപ്പം ഞാൻ ജോലി ചെയ്തു. ട്യൂട്ടോറിയൽ കോളേജിൽ, മറ്റേ വേറൊരു വിദ്യാധിരാജ കോളേജിൽ ട്യൂഷൻ എടുത്തു. കാരണം വായിക്കണമല്ലോ. പക്ഷേ എഴുതാൻ നേരത്തെ എനിക്ക് കോൾഡ് ഫീറ്റിൻ്റെ സെൻസ് തന്നെ എനിക്ക് അറിയായിരുന്നു ഞാൻ എഴുതിയാലും കിട്ടൂല. ഐ വാസ് നോട്ട് വെൽ പ്രിപ്പയർഡ്. സെക്കൻഡ് ചാൻസ് ഞാൻ അങ്ങനെ മിസ് ചെയ്തു. അങ്ങനെ തേർഡ് ചാൻസ് ആണ് ഞാൻ എഴുതിയിട്ട് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഒരു സ്റ്റാർട്ട് ചെയ്ത വർഷം തൊട്ട് 3ാമത്തെ വർഷമാണ് എനിക്ക് പ്രിലിമിനറി കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ മെയിൻ കിട്ടി. അത് വൺസ് ഐ ഗോട്ട് പ്രിലിമിനറി കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും. പ്രിലിമിനറി ആയിരുന്നു എനിക്ക് ഏറ്റവും ടഫ്. കാരണം ഹിസ്റ്ററിയാണ് ഞാൻ എടുത്ത സബ്ജക്ട്. അപ്പോൾ അന്ന് സബ്ജക്റ്റും അന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള കമ്പൈൻഡ് സിവിൽ സർവീസസ് എക്സാം പോലെ എന്താണ് ഈ മൾട്ടിപ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസും ജനറൽ നോളജിൽ കൂടുതൽ ട്രസ്റ്റും അങ്ങനെയല്ല. ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് കുറച്ച്, പക്ഷെ അതിനകത്ത് ഒരു ജനറൽ നോളജും ഒരു സബ്ജക്റ്റും ഉണ്ട്. അപ്പൊ സബ്ജക്റ്റ് എടുത്തത് തെറ്റിപ്പോയി. ഹിസ്റ്ററി സബ്ജക്ട് ഞാൻ പഠിച്ചിട്ട് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടേ ഉള്ളൂ ഹിസ്റ്ററി. അപ്പോൾ ഐ ഹാഡ് ടു സ്റ്റാർട്ട് ഫ്രം ദ സ്ക്രാച്ച്. അപ്പോൾ അച്ഛൻ ഹിസ്റ്ററി പ്രൊഫസർ ആയിരുന്നത് കൊണ്ടാണ് ഞാൻ ഹിസ്റ്ററി എടുത്തത്. പക്ഷേ ആ പുസ്തകങ്ങളൊന്നും പോരായിരുന്നു. അങ്ങനെയുള്ള ഡിഫിക്കൽറ്റിയിൽ പ്രിലിമിനറി കിട്ടാൻ വലിയ ടഫായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ തേർഡ് അറ്റംപ്റ്റ് സെക്കൻഡ് അറ്റംപ്റ്റ് മിസ് ചെയ്തിട്ട് അതിലെനിക്ക് കിട്ടി കഴിഞ്ഞപ്പോഴേക്കും ബാക്കിയെല്ലാം കുറച്ച് ഈസി ആയിട്ട് നടന്നു. പക്ഷെ അത് എഫേർട്ട് എന്ന് പറയുന്നത് ഭയങ്കര. ഞാൻ അന്നത്തെ ദിവസം എനിക്ക് തോന്നുന്നു ഇത് കിട്ടണം എന്നുള്ളൊരു വാശിയില്ല. ഞാൻ ഒരു എൻ്റെ ജീവിതമേ അങ്ങ് മാറി. ഞാൻ ഐ സ്റ്റോപ്ഡ് യൂസിങ് നെയിൽ പോളിഷ്. എനിക്ക് നഖം നല്ല ഇഷ്ടം, എൻ്റെ കൈ വിരൽ കൊള്ളാം. ഞാൻ എപ്പോഴും നെയിൽ പോളിഷ് ഫാനായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും മാറി ഇടുമായിരുന്നു. അത് ഞാൻ ഇനി കിട്ടുന്നവരെ ഞാൻ നെയിൽ പോളിഷ് യൂസ് ചെയ്യൂല. തീരുമാനങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ട് ഞാൻ സിനിമ കാണൂല. തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന നേരെ വിനോദം. ഞാൻ 3 വർഷത്തേക്ക് സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. അന്ന് TV ഇല്ല, വേറെ ഒന്നും ഇല്ലല്ലോ.
അത് ഞാൻ വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഞാൻ കുറെ ത്യാഗങ്ങളൊക്കെ അതെ ചെയ്തിട്ടാണ്. അതെ അതെ അതെ, എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്താലേ മറ്റെന്തെങ്കിലും വലിയ കാര്യം കിട്ടുള്ളൂ എന്നുള്ളത് ഇപ്പൊ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല ഉറപ്പായി. ശരിക്കും. എന്റെ ഒരു സമാധാനം അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ എന്റെ ഒരു സമാധാനത്തിലാണ് ഞാൻ അത് ചെയ്തത്. പക്ഷെ കിട്ടി. അതുപോലെ 3 പ്രാവശ്യം ഞാൻ പോയി പൊങ്കാലയിടും ആറ്റുകാൽ ഭഗവതിക്ക്. പക്ഷെ കിട്ടുവാണെങ്കിൽ ചെയ്യാം, കിട്ടിയാലും ചെയ്യും എന്നുള്ള മട്ടില്ല ചെയ്തത്. പക്ഷെ ആ സമയം ഇട്ടത് കൊണ്ട് നന്നായി. കാരണം ബ്രേക്ക് വന്നേനെ, എൻ്റെ ഇടയിൽ കൂടെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇടയ്ക്ക് ട്രെയിനിങ്ങിന് പോകണ്ടേ. 3 പ്രാവശ്യം ഇട്ട് 3ാമത്തെ പ്രാവശ്യം ഇട്ട് കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇത് നമ്മുടെ ഈ ഇലക്ഷൻ വന്നപ്പോഴോ വളരെ ഈസിയാണ്. അതെന്താ അങ്ങനെ? ആളുകളെ ഓൾറെഡി ഈ ജനങ്ങൾ, വട്ടിയൂർക്കാവിലെ ജനങ്ങളുടെ മനസ്സ് ഓൾറെഡി അറിയാമായിരുന്നു. അത് അങ്ങനെയല്ല, അവൾക്ക് എന്നെ അറിയാം. ശാസ്താമംഗലത്ത് ഞാൻ കൗൺസിലറായിട്ട് നിന്നപ്പോഴും എനിക്ക് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട അവസരം വന്നിട്ടില്ല. അവർക്ക് എല്ലാവർക്കും എന്നെ അറിയാം. പിന്നെ അതുപോലെ ആവശ്യത്തിലധികം പബ്ലിസിറ്റി മീഡിയക്കാർ ചേർന്ന് ഉണ്ടാക്കി എനിക്കെതിരെ. IPS വെക്കാൻ പാടില്ല, ശ്രീലേഖ അങ്ങനെ ചെയ്തു, ശ്രീലേഖ ഇങ്ങനെ ചെയ്തു, എപ്പോഴും എല്ലാ ദിവസവും ശ്രീലേഖ 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 എന്നുള്ള പേര് വിവാദവുമായിട്ട് വരുമായിരുന്നു. അത് മാഡം മാങ്ങയുള്ള മാവിലല്ലേ കല്ലെറിയൂ. അതുകൊണ്ടൊരു ഗുണം ഉണ്ടായത് എന്താണെന്നറിയാമോ? എൻ്റെ പേരിങ്ങനെ എല്ലാവരുടെയും മനസ്സിലിങ്ങനെ നിന്നു, ശ്രീലേഖ എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും ചരിത്രത്തിലെ ഭൂരിപക്ഷമാണ് എനിക്ക് ശാസ്ത്രമംഗലം ബോഡിയിൽ നിന്ന് കിട്ടിയത്. അത് എൻ്റെ വട്ടിയൂർക്കാവിൽ തന്നെ വരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് അത് അറിയാം, അവർ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ എൻ്റെ ഈ പ്രചാരണം എന്ന് പറയുന്ന എന്നെ വിഷമിപ്പിക്കുന്നത് ഈ ക്ലൈമറ്റ് മാത്രമേ ഉള്ളൂ, ചൂട് മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും കാര്യമായിട്ട് വിഷമിപ്പിക്കുന്നില്ല. കാരണം എനിക്ക് അത്രയ്ക്ക് വലിയ പിന്തുണ എൻ്റെ ആൾക്കാരിൽ നിന്ന്, പാർട്ടി പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോൾ, ഈ പ്രചാരണത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിക്കായിരുന്നു. കഴിഞ്ഞ ദിവസം ലയൺസ് ക്ലബ്ബിൽ ഒരു പ്രോഗ്രാം നടന്നു. 3 പാർട്ടിയുടെയും നേതാക്കൾ എത്തണമെന്ന് പറഞ്ഞിരുന്നു, സ്ഥാനാർത്ഥികൾ എത്തണമെന്ന് പറഞ്ഞിരുന്നു. മാഡം മാത്രമാണ് അവിടെ പ്രസന്റ് ആയതെന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടായിരുന്നു? അല്ല, ഞാൻ മാത്രമായിരുന്നില്ല. പിന്നീട് അവർ രണ്ടുപേരും വന്നു. ഇത് വൈസ്മെൻസ് ക്ലബ്ബ് എന്ന് പറഞ്ഞ് അവർ ഓർഗനൈസ് ചെയ്ത പരിപാടിയായിരുന്നു. ലയൺസ് ക്ലബിൻ്റെ ഹാളിൽ വെച്ചിട്ടായിരുന്നു, ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ വെച്ചാണ് നടത്തിയത്. 10 മണിക്ക് പ്രോഗ്രാം എന്ന് പറഞ്ഞ് ഞാൻ തലേ ദിവസം വിളിച്ച് ചോദിച്ചു 10 മണിക്ക് തന്നെ തുടങ്ങുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് കൃത്യം 10 മണിക്ക് തുടങ്ങും, വേണം 10 മണിക്ക് വന്നാൽ മതിയെന്ന്. അതനുസരിച്ച് ബാക്കി പ്രോഗ്രാമൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ട് ഞാൻ 10 മണിക്ക് പോകാനായിട്ട് തുടങ്ങിയപ്പോൾ വിളിച്ചിട്ട് പറയുന്നു മറ്റ് കാൻഡിഡേറ്റ്സ് 2 പേർക്കും തിരക്കുണ്ട്, അവർ 11 മണിന്ന് ആക്കി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് 11 മണിക്ക് വേറൊരു സ്ഥലത്ത് പോകണം, ഞാൻ എന്തായാലും 10:50 വരെ നമുക്ക് തുടങ്ങാം, മറ്റുള്ളവർ ജോയിൻ ചെയ്തോളൂല്ലോ എന്ന് വെച്ചാൽ ഞാൻ 11:50 അവിടെ എത്തിയപ്പോഴും ആരും വന്നിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇതാ ഇപ്പം മറ്റേ VK പ്രശാന്ത് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മീറ്റിംഗ് തുടങ്ങി. ഞാൻ എൻ്റെ സംസാരം തീർത്ത് കഴിഞ്ഞപ്പോൾ, അത് കഴിഞ്ഞിട്ട് ഞാൻ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡന്റ് അദ്ദേഹത്തെ പോയി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് VK പ്രശാന്ത് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത പരിപാടിക്ക് എനിക്ക് പോകണം. അപ്പോൾ ഞാൻ പോയി എന്തായാലും കണ്ടൊന്ന് ഷേക്ക് ഹാൻഡ് ചെയ്തിട്ട് പോകുന്നത്. ഞാൻ സ്റ്റേജിൽ കയറി ഷേക്ക് ഹാൻഡ് ചെയ്തിട്ട് ഞാൻ പോയി. അദ്ദേഹം പ്രസംഗിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് അടുത്തയാൾ വന്നത്. അപ്പം നമ്മൾ എന്താ ഒരു സംവാദം, മീറ്റ് ദ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാൻഡിഡേറ്റും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു സംവാദം മാറ്റടിച്ച് നോക്കുക എന്ന് പറയില്ലേ, അതല്ലേ നടക്കേണ്ടത്. അതിന് പകരം നമുക്ക് പറയാനുള്ളത് വന്ന് കുറെ പേരോട് പറഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണത് സക്സസ്ഫുൾ ആവുക? പക്ഷെ ഇന്നത്തെ മനോരമ പത്രത്തില് തെറ്റായിട്ടുള്ള രീതിയിലാണ് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ വാർത്ത ഞാൻ ശ്രദ്ധിച്ചു. പക്ഷെ ഈ ജോലിയിൽ നിന്ന് കിട്ടിയതാണോ ഈ ഒരു ഡിസിപ്ലിൻ ആണോ ഈ സമയകൃത്യത പാലിക്കുക എന്നുള്ളത്? ബിക്കോസ് നമ്മള് അല്ലേ, നമ്മള് ഇപ്പൊ ഞാൻ ഒരു രാഷ്ട്രീയ നേതാവിനെയും മോശമാക്കി കാണിക്കുന്നതല്ല, നമ്മൾ രാഷ്ട്രീയ നേതാക്കളുടെ ഒരു പരിപാടി എന്ന് പറയുമ്പോൾ എങ്ങനെ പോയാലും മിനിമം 1 മണിക്കൂർ വൈകും എന്നുള്ള ഒരു മനോധാരണ എല്ലാവർക്കും ഉണ്ട്. എനിക്കത് അറിയൂല്ലായിരുന്നു, അതാണ് അത് കഷ്ടമായിപ്പോയി. കാരണം ഞാൻ ആദ്യമൊക്കെ ഞാൻ ഭയങ്കര ഒരു സമയനിഷ്ഠത കീപ്പ് ചെയ്യുന്ന 5 മിനിറ്റ് മുമ്പെങ്കിലും നേരത്തെ എത്തിയില്ലെങ്കിൽ എനിക്കൊരു അസ്വസ്ഥതയാണ്. അപ്പം അങ്ങനെ ആദ്യം ഞാൻ പാർട്ടിയിൽ ചേർന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഇതുപോലെ ആളുകൾ വരുമല്ലോ, VIPs ഒക്കെ വരുമല്ലോ, മോദിജി വരും, ചിലപ്പോൾ നമ്മുടെ അമിത് ഷാജി വരും, പിന്നെ അന്ന് നദ്ദാജി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർ പറയും ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 5 മിനിറ്റ് മുമ്പേ അവിടെ എത്തും. പക്ഷേ 2 മണിക്കൂർ കഴിയും തുടങ്ങി. അപ്പോൾ എൻ്റെ 2 മണിക്കൂർ ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ വിചാരിക്കും എന്താ ഇങ്ങനെ. അപ്പം അങ്ങനെ പലതും അങ്ങനെ ആകുന്നതാണ് ഇപ്പം മനസ്സിലായി. കാരണം പീപ്പിൾ ആർ ബിസി. നമ്മളിപ്പോൾ ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പ്രോഗ്രാം പോലും കൃത്യസമയത്ത് ഇപ്പം നടക്കാറില്ല എന്നുള്ളത് എനിക്കറിയാം. കാരണം എന്തെങ്കിലും ഷെഡ്യൂൾ ചെയ്ത് വരുമ്പോഴേക്കും ആരെങ്കിലും ഇടയ്ക്കൂടെ കയറി വന്നവരെന്നൊക്കെ ചെയ്യുന്നത്. പക്ഷെ അത് സ്വാഭാവികമായിട്ട് നടക്കുന്നതായിരിക്കും രാഷ്ട്രീയത്തിൽ. അപ്പോൾ മാഡം അത് പഠിച്ചു വരികയാണോ? അതായത് ഇങ്ങനെയാണ് രാഷ്ട്രീയക്കാർ, ഇങ്ങനെയാണ് രാഷ്ട്രീയം വേണ്ടതെന്ന്? അതോ ഞാൻ എൻ്റെ കാര്യങ്ങളിൽ വളരെ സ്ട്രിക്റ്റ് ആണ്, ഞാൻ ഇങ്ങനെ പങ്ക്ച്വാലിറ്റി എല്ലാ കാലത്തും? ഞാനത് പലപ്പോഴും അങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. ഞാൻ വിളിക്കുന്ന മീറ്റിങ്ങുകൾക്കൊക്കെ ഞാൻ കൃത്യമായിട്ട് പോകും. ഞാൻ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞാലും ഞാൻ കൃത്യമായിട്ട് പോകാൻ ശ്രമിക്കാറുണ്ട്. അൺലെസ് ദേ ടെൽ മീ ഇത്രയും. ഇപ്പോൾ പക്ഷേ അവർ പറഞ്ഞു തുടങ്ങി എന്നോട് കുറച്ച് ഇത്രയും ആവുകയുള്ളൂ, വരണം, പതുക്കെ വരണം. നമ്മളെല്ലാവരും ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാലേ, നമ്മൾ 10 മണിക്ക് ഒരു പരിപാടി എന്ന് പറഞ്ഞ ആളുകളെ കൂട്ടാൻ നിന്ന് ആരും വരൂല അവിടെ.
അപ്പോൾ ചിലപ്പം ആളുകൾ വരണ്ടേ, ആളുകൾ വരാതെ ഒരു പരിപാടി നടത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യും. 11 മണിയാകുമ്പോഴും കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ അവർ ആളുകളെ വിളിച്ച് പറഞ്ഞിട്ട് വരാത്തെ ചോദിച്ച് കൂട്ടും. അങ്ങനെയൊക്കെ ആണെങ്കിലേ വരുവുള്ളൂ എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും. മാഡം, ഈ രാഷ്ട്രീയ നേതാക്കൾ എന്ന് പറയുമ്പോഴേ ആരെയും വേദനിപ്പിക്കാതെ വളരെ സൂപ്പർഫിഷ്യലായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും. പക്ഷെ മാഡത്തിൻ്റെ ഞാനൊരു ശ്രദ്ധിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. എനിക്ക് ആരെയും പ്രീതിപ്പെടുത്തിയല്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞ് നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ ആരെങ്കിലും ഒരു അഡ്വൈസോ ഗൈഡൻസോ ഒക്കെ പറഞ്ഞിരുന്നോ? ഉണ്ട്, പറയാറുണ്ട്. അതായത് ഒരു രാഷ്ട്രീയക്കാർക്ക് ഒരു ടിപ്പിക്കൽ പൊളിറ്റീഷ്യന് ചേരുന്ന ബിഹേവിയർ അല്ല എൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടാവുന്നത്. സൂക്ഷിക്കണം, വായിൽ എന്തോ കുഴപ്പമുണ്ട്, എൻ്റെ നാക്ക് സൂക്ഷിക്കണം, സരസ്വതി ദേവിയെ പൂജിക്കണം, എൻ്റെ ഈ ചക്രം, എന്താ വിശുദ്ധി ചക്ര എന്ന് പറയുന്ന ത്രോട്ട് ശരിയല്ല എന്നൊക്കെ പറയാറുണ്ട്. കാരണം രാഷ്ട്രീയക്കാർക്ക് ചേരുന്ന ഒരു കള്ളം പറയാൻ എനിക്കറിയില്ല, അവർക്കുള്ള ഒരു വഴുവഴുപ്പില്ല, പിന്നെ ഒരു സ്രൂട്ട്നെസ്, ഒരു അങ്ങനെ എന്ത് ചോദ്യം വന്നാലും അത് മാറ്റി തിരിച്ചു വിട്ട് വേറൊരു ചോദ്യത്തിന് ഉത്തരം പറയുക, അല്ലെങ്കിൽ മറു ചോദ്യം ചോദിക്കുക, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല ഇതുവരെ. അപ്പൊ ഞാനൊരു പക്ക രാഷ്ട്രീയക്കാരി അല്ല, എല്ലാവർക്കും അറിയാമല്ലോ. ഞാനൊരു പ്രൊഫഷണൽ ആണ്. പക്ഷെ അതുകൊണ്ട് ഞാൻ മാറാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. ഇപ്പം നിത്യത്തൊഴിൽ അഭ്യാസം എന്നൊക്കെ പറയുന്നത് പോലെ ചിലപ്പോൾ നിത്യമായിട്ട് അത് ചെയ്താൽ മാറാൻ പറ്റും. പക്ഷെ എനിക്ക് ഒരിക്കൽ പോലും അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ദിസ് ഇസ് മൈ നേച്ചർ. സത്യമായിട്ട് പറയുക. കള്ളം പറഞ്ഞാൽ എനിക്ക് പറ്റില്ല കള്ളം പറയാൻ. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഫ്രാങ്ക് ആണ്, ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു നേച്ചർ എനിക്കുണ്ട്. പക്ഷെ ഐ ഡോണ്ട് വാണ്ട് ടു ഹേർട്ട് എനിബഡി. അതെനിക്ക് ഷുവറായിട്ട് ആരെയും ഉപദ്രവിക്കാനോ അങ്ങനെയുള്ള ചിന്തയേ ഇല്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അപ്രിയ സത്യങ്ങൾ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ഐ ട്രൈ ടു കൺട്രോൾ മൈസെൽഫ്. മേഡം, മാഡത്തിനെതിരെ മത്സരിക്കുന്ന 2 സ്ഥാനാർത്ഥികളും വളരെ വർഷങ്ങളായി രാഷ്ട്രീയത്തിൽ നിന്ന് തഴമ്പിച്ച ആളുകളാണ്. അപ്പൊ അത്തരമുള്ള 2 അധികായന്മാരോട് മത്സരിക്കുമ്പോൾ പേടിയുണ്ടോ? അതിലൊരാളാണ് ഈ വളരെ വർഷങ്ങളിൽ നിന്നത്, കെ കരുണാകരൻ സാറിൻ്റെ മകൻ കെ മുരളീധരൻ. അദ്ദേഹം ഒരുപാട് നാളുകളായിട്ട് രാഷ്ട്രീയ രംഗത്തുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹം പല സ്ഥലത്തും ഇലക്ഷന് നിന്നിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്, പല പൊസിഷനിൽ ഇരുന്നിട്ടുണ്ട്. KPCC പ്രസിഡൻ്റായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് രാഷ്ട്രീയമായിട്ട് അനുഭവമുള്ളതാണ്. പക്ഷേ VK പ്രശാന്ത് അത്രയ്ക്കില്ല. കൂടി വന്ന ഒരു 10 വർഷം 12 വർഷമൊക്കെ ആയിട്ടുള്ളൂ രാഷ്ട്രീയം, സജീവ രാഷ്ട്രീയത്തിൽ വന്നിട്ട്. മേയറായിട്ട് കയറി, മേയർ ടേം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് MLA ഇലക്ഷൻ, ബൈ ഇലക്ഷൻ വന്നപ്പോൾ നിന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2ാമത്തെ MLA ഇലക്ഷൻ നിൽക്കുന്നു. പക്ഷേ എന്നാലും ഇവരെ 2 പേരെയും വട്ടിയൂർക്കാവ് 2 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയതാണ്. അവർ 2 പ്രാവശ്യം എലക്ട് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇനിയിപ്പോൾ ഒരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ എന്നെ ഒന്ന് ശ്രമിച്ച് നോക്കട്ടെ. തീർച്ചയായും അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വലിയ പ്രോബ്ലം ഒന്നുമില്ല. കാരണം അവർ രാഷ്ട്രീയ പാരമ്പര്യമോ അല്ലെങ്കിൽ രാഷ്ട്രീയ അനുഭവത്തെക്കാളും കൂടുതൽ സേവനം ചെയ്യാനുള്ള, വികസനം കൊണ്ടുവരാനുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹം അത് ഏത് സ്ഥാനാർത്ഥിക്കുണ്ടോ ആ സ്ഥാനാർത്ഥിക്കല്ലേ നമ്മൾ വോട്ട് ചെയ്യും. ഞാനാണെങ്കിലും അങ്ങനെ ചെയ്യുള്ളൂ. അതുകൊണ്ട് എനിക്ക് ആ രീതിയിലൊരു കോൺഫിഡൻസ് ഉണ്ടല്ലേ. അതുപോലെ തന്നെ ഞാൻ കേട്ട മറ്റൊരു മാഡത്തെ കുറിച്ച് കേട്ട ഒരു കംപ്ലൈന്റ് ആണ്. അതായത് ശ്രീലേഖ മാം സ്ത്രീകൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്നു, സ്ത്രീകളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു, അപ്പൊ ഞങ്ങൾ പുരുഷന്മാർക്കൊന്നും വേണ്ടേ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റിനോട് മാഡം എങ്ങനെ പ്രതികരിക്കും? പുരുഷന്മാർക്ക് അവർക്ക് സ്വന്തം കാര്യം നോക്കാൻ അറിയാം. അവരുടെ കാലിൽ നിന്ന് അവർ സ്വയമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അവർക്ക് വേണ്ടത് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സ്നേഹം, ഒരു സഹോദരീയ സ്നേഹം, ഒരു അമ്മയുടെ രീതിയിലുള്ള ഒരു സ്നേഹം, അത്രേ ഉള്ളൂ. സ്ത്രീകൾക്ക് അതല്ല വേണ്ടത്. സ്ത്രീകൾക്ക് അവർക്ക് ഭയങ്കര അരക്ഷിതാവസ്ഥയുണ്ട്. അവർ ട്രോമറ്റൈസ്ഡ് ആണ്. ചില ആൾക്കാർ, ചില സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ ജീവിത സാഹചര്യം വളരെ മോശമാണ്. എനിക്കത് അറിയാം. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് കൂടുതലായിട്ട് ഞാൻ സപ്പോർട്ട് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെന്റിലും അങ്ങനെയായിരുന്നു. ഇപ്പം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു സ്ത്രീ ഓഫീസർ, വനിതാ ഓഫീസർ എന്നുള്ള നിലയിൽ ഞാൻ വനിതകളുടെ മാത്രം ഓഫീസർ ആയിരുന്നില്ലല്ലോ. അതല്ല, ഞാൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉള്ള ഓഫീസ്, സമൂഹത്തിന് വേണ്ടി മൊത്തം പെരുമാറിയിട്ടുള്ളതാണ്. പക്ഷെ വനിതകളുടെ കാര്യം വരുമ്പോൾ എനിക്ക് കുറച്ചുകൂടി കൂടുതലൊരു ആർദ്രത വരാറുണ്ട്. കാരണം അത്രയ്ക്ക് കഷ്ടപ്പാട് അവരനുഭവിച്ചു പോരുന്നതാണ്. ഒരുപാട് പരിമിതികളുണ്ട്, ഒരുപാട് സപ്രസലില്ലേ, സപ്രസ് ചെയ്ത് റിപ്രസ് ചെയ്ത് ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്ന അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് വളർന്നു വരുന്ന സ്ത്രീകൾക്ക് എനിക്കും ഇങ്ങനെ കൂടെ നിന്നുകൊണ്ട് ഒരു കരുത്തായിട്ട്, താങ്ങായിട്ട്, തണലായിട്ട്, ശക്തിയായിട്ട് ഒക്കെ നിൽക്കുന്നത് എനിക്കൊരു വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ സ്ത്രീകളെ ചേർത്ത് നിർത്തുന്നത്. ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പറഞ്ഞ ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു നിവേദനം എന്തായിരുന്നു? അവരുടെ ഏറ്റവും വലിയ ആവശ്യം സുരക്ഷ എന്ന് പറയുന്ന ആവശ്യമാണ്. രാത്രി കാലങ്ങളിൽ ചിലപ്പോൾ പുറത്തിറങ്ങി നടക്കാനുള്ള ഒരു വൈഷമ്യം, ഒറ്റയ്ക്കാണെങ്കിൽ 2-3 പേരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു
സന്ദേശം എന്നുള്ള നിലയിലാണ് ഞാൻ നൈറ്റ് വാക്ക്, സ്ത്രീകൾക്ക് വേണ്ടി ഒരു നൈറ്റ് വാക്ക് സംഘടിപ്പിച്ചത്. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഇറങ്ങി നടക്കാമെന്നുള്ള കാര്യത്തിൽ. രണ്ടാമത്തെ കാര്യം, ഈ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് ഒരു പബ്ലിക് ടോയ്ലറ്റ് അവൈലബിൾ അല്ല. അതായത് രാവിലെ പല സ്ഥലത്തു നിന്നും വന്ന് വട്ടിയൂർക്കാവ് ഏരിയയിലുള്ള ഷോപ്സിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് ഉച്ചയ്ക്ക് ഒരിടത്തൊന്ന് ടോയ്ലറ്റിൽ പോകണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരിടത്തും ഒരു പബ്ലിക് ടോയ്ലറ്റ് ക്രമീകരണം ഇല്ല. അപ്പോൾ അവർ കഷ്ടപ്പെടുന്നുണ്ട് അതിൻ്റെ പേരിൽ. അതുകൊണ്ട് എൻ്റെ ഒരു പ്രയോറിറ്റി പലരും പറഞ്ഞിട്ടുമുണ്ട്. കുറേ ഒരു നമ്മുടെ ഈ വ്യവസായം ഉള്ള മാർക്കറ്റ് ഏരിയാസ് കോൺസെൻട്രേറ്റ് ചെയ്ത് സ്ത്രീകൾക്ക് വേണ്ടി പുരുഷന്മാർക്കും വേണ്ടി വരും. പുരുഷന്മാർക്ക് എവിടെയും പോവാം, പക്ഷെ അങ്ങനെ പോകാൻ പാടില്ലല്ലോ. പബ്ലിക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായിട്ടുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എനിക്ക് നല്ല വൃത്തിയായിട്ട് സ്വച്ഛ് ഭാരത് അതിൻ്റെ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ടോയ്ലറ്റ് ഇല്ലായ്മ അല്ലെങ്കിൽ അങ്ങനെ അതിൻ്റെ ഒരു അപര്യാപ്തത, ഈ പ്രശ്നം മാഡത്തിൻ്റെ സർവീസിൽ ഇരിക്കുമ്പോഴും അനുഭവിച്ചിട്ടില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ നിൽക്കുന്നവരല്ലേ, രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു ഡ്യൂട്ടി, VIP ഡ്യൂട്ടിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ടെമ്പിൾ ഡ്യൂട്ടിക്കോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ യൂണിഫോം ഇട്ട് നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഇപ്പോൾ വനിതാ പോലീസിന് അല്ലാതെ തന്നെ വരാറുണ്ട്. ഡ്യൂട്ടി സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ദൂരെയൊക്കെ പോയി കഴിയുമ്പോൾ എന്താ പോലീസ് സ്റ്റേഷനുകളിൽ തന്നെ ചിലപ്പോൾ ഈ പ്രത്യേകം അവർക്ക് ടോയ്ലറ്റ്സ് പോലും കിട്ടാറില്ല, ചേഞ്ചിങ് റൂംസ് കിട്ടാറില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് കാലക്രമേണ കൂടുതൽ വനിതകൾ ഇങ്ങനെ പോലീസിൽ വരുമ്പോൾ അത് കുറച്ച് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പോലും ഇങ്ങനെ കുറേ നാൾ പിടിച്ചു നിന്നിട്ടൊക്കെ ഉണ്ട്. അപ്പം പിടിച്ചു നിൽക്കുന്നതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഇൻഫെക്ഷൻസ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒക്കെ വരും. പിന്നെ അത് കഴിഞ്ഞ് വേറെ അസുഖങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്യും. പ്രൊലാപ്സ്, യൂറിനറി ബ്ലാഡർ പ്രൊലാപ്സും അതുപോലെയൊക്കെ വരും. അപ്പം അങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വളരെ മാൻഡേറ്ററി ഒരു റിക്വയർമെന്റ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതെ. ഈ പോലീസ് സർവീസിൽ ഇത്രയും വർഷം വർക്ക് ചെയ്ത ഒരാളായതുകൊണ്ട് തന്നെ മറ്റേത് സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ പോലീസുകാരുടെ പ്രശ്നങ്ങളും അറിയുന്ന ഒരാളായിരിക്കുമല്ലോ. പോലീസുകാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്? പോലീസുകാർ ഒരുപാട് പ്രശ്നം. ഒന്നാമത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ സമ്മർദ്ദമാണ് പോലീസുകാർ അനുഭവിക്കുന്നത്. രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ നിന്ന് പോലീസിനെ വിമുക്തമാക്കി അവരെ കൊണ്ട് നിയമപരമായിട്ടും ന്യായപരമായിട്ടും നീതി നിർവഹണവും മാത്രം ചെയ്യിക്കാനായിട്ട് ഒരു സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് ഞാൻ AK ആന്റണി സാറെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത്രയും നാളായിട്ട് ഞാനൊരു പോലീസ് ഓഫീസറായിട്ടിരുന്നു. അപ്പോൾ AK ആന്റണി സാർ അങ്ങനെയായിരുന്നു. പോലീസിന്റെ നീതി ന്യായം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. പക്ഷെ എൻ്റെ ഒരു മനസ്സിൽ ഉമ്മൻചാണ്ടി സാറിനും ആ ഒരു പ്രത്യേകത ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാറ് വളരെ ജനകീയനായിരുന്നത് കൊണ്ട് ഉമ്മൻചാണ്ടി സാർ MLA വന്ന് പോലീസിനെ പറ്റി ഇങ്ങനെ ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം, അല്ലെങ്കിൽ പോലീസ് ഈ ഇന്നയാൾ നമ്മുടെ ആളല്ല, ഇയാളെ അങ്ങോട്ട് മാറ്റണം, DGP അടുത്ത് പറയണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുമായിരുന്നു. കാരണം അദ്ദേഹം MLA രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ടും അദ്ദേഹത്തിന് നോ പറയത്തില്ല. പക്ഷേ ആന്റണി സാർ അങ്ങനെയല്ല. ആന്റണി സാർ ടോട്ടലി ഇത് DGPയുടെ കാര്യമാണ്, DGP തീരുമാനിക്കട്ടെ. പോലീസിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറയണ്ട. ഞാൻ ഇപ്പൊ അദ്ദേഹമാണ് ഒരു സർക്കുലർ ഇറക്കിയത്, നമ്മുടെ പാർട്ടി പ്രവർത്തകർ താഴേക്കിടയിലുള്ളവർ യാതൊരു കാരണവശാലും പോലീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കരുത് എന്നൊരു സർക്കുലർ ഇറക്കി ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്നപ്പോൾ. അത് ഭയങ്കര റെസിസ്റ്റൻസ് ആയിരുന്നു പാർട്ടിയിൽ നിന്ന്. കോൺഗ്രസ്സുകാർ എല്ലാവരും റെസിസ്റ്റ് ചെയ്തു. അവസാനം അദ്ദേഹത്തിന് സർക്കുലർ പിൻവലിക്കേണ്ടി വന്നു. പക്ഷെ ആ ഒരു സമയം എന്ന് പറയുന്നത് പോലീസിന് പൂർണ്ണ സ്വാതന്ത്ര്യം എങ്ങനെ പ്രവർത്തിക്കാനാകുമെന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നീതിയുക്തമായിട്ട് രാഷ്ട്രീയ സ്വാധീനം ഇല്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കും. പക്ഷേ അതിലും ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മുടെ പോലീസ് ആക്ട് അനുസരിച്ചിട്ട് ഒരു പൊളിറ്റിക്കലായിട്ട്, ഒരു രാഷ്ട്രീയപരമായിട്ടോ ഒരു സൂപ്പറിൻറ്റൻഡൻസ് എന്ന് പറയും, ഒരു മേൽനോട്ടം പോലീസിന്റെ മേലുണ്ടായിരിക്കണം. അല്ലെങ്കിൽ പോലീസ് ഇഷ്ടംപോലെ ചെയ്യൂലേ, ആരെയും വെടിവെച്ച് കൊല്ലും. നമ്മുടെ മറ്റേ അമേരിക്കയിലൊക്കെ നടക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു ആളെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മുട്ടുവെച്ച ആളുടെ പുറത്ത് നിന്ന് കഴുത്ത് ഞെരിച്ച് കൊല്ലാമല്ലോ, ആരെയും വെടിവെച്ച് കൊല്ലാമല്ലോ. അപ്പൊ അത് ചെയ്യാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കൺട്രോൾ വേണം. പക്ഷെ അത് എത്ര രീതിയിലായിരിക്കും, എത്രമാത്രം ആയിരിക്കണം എന്നുള്ള ചിലപ്പോൾ അനധികൃതമായിട്ട് കേസുകളിൽ ഇടപെടാൻ പാടില്ല. പക്ഷെ ജനങ്ങൾക്ക് സേവനം കാര്യക്ഷമമായിട്ട് ചെയ്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ഷുഡ് ബി ദെയർ, കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ അതുകൊണ്ടൊരു ബാലൻസ് വേണം. ആണ് അല്ലേ? ഇനി മാഡത്തിന്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മാഡം പല കാര്യങ്ങളിൽ പ്രാവീണ്യാണ്. അതുപോലെ തന്നെ പെറ്റ്സിന്റെ കാര്യത്തിലും വളരെ പ്രാവീണ്യമുള്ള ആളും സ്നേഹമുള്ള ആളാണെന്നും കേട്ടിട്ടുണ്ട്. എനിക്ക് സർവ്വ ജീവജാലങ്ങളോടും വളരെയധികം സ്നേഹമുണ്ട്. പണ്ട് എനിക്ക് കൊതുകിനെ കൊല്ലുന്നത്, കൊതുക് അത് കൊച്ചായിരുന്നപ്പോൾ എനിക്ക് കൊതുകിനെ കൊല്ലുന്നത്, ഉറുമ്പിനെ ചാരെങ്കിലും ചവിട്ടി എന്തെങ്കിലും പെടയുന്ന കാണുന്നത്, അതൊക്കെ ഈ വേദന കൊടുക്കുമായിരുന്നു. ഇപ്പൊ ചെറിയൊരു മനസ്സിലൊരു പ്രയാസം ഉണ്ടാവുമായിരുന്നു. പിന്നെ അതൊക്കെ മാറി. കാരണം ഇതൊക്കെ ഉപദ്രവം ചെയ്യുന്നതാണല്ലോ. ഇപ്പൊ തേളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാതിരിക്കും. ഏറ്റവും പേടിയുള്ള പാറ്റയെ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിപ്പം പാറ്റ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഇപ്പൊ അതും മാറി. ഈ പാറ്റയെ കണ്ടാൽ ആ ഒരു പേടിയില്ല. കാരണം എങ്ങനെ മാറ്റിയെടുത്തു? അത് എനിക്ക് സ്നേഹം അതാണ്. എങ്ങനെ മാറ്റി എനിക്ക് പാറ്റ പേടി തോന്നാനുള്ള കാരണം, ഞാൻ ചെറുപ്പകാലത്തൊരു
തറവാട് വീട്ടിലെ ഒരു വല്യമ്മയുടെ ഒരു തറവാട് വീട്ടിൽ പോയി കിടന്നപ്പോൾ നിലത്തിങ്ങനെ പാ വിരിച്ച് പിള്ളേരെയൊക്കെ കിടത്തുമല്ലോ. അപ്പൊ ദേഹത്തൂടെ ഇങ്ങനെ എഴയും ഈ പാറ്റ. അത് കഴിഞ്ഞ് എഴുന്നിട്ട് ഇങ്ങനെ മാന്തിയിട്ടൊക്കെ പോകും. അപ്പൊ അങ്ങനെയാണ് പേടി. അപ്പൊ നമ്മൾ എന്തോ ദേഹത്ത് എഴുന്നത് നോക്കുമ്പോഴാണ് ഈ പാറ്റ വന്നിട്ട് ഇങ്ങനെ. പിന്നെ പിറ്റേ ദിവസം നോക്കുമ്പോൾ കൈ മൊത്തം ഇങ്ങനെ അതിങ്ങനെ മാന്തിപ്പറിച്ചൊക്കെ അടിച്ചതോ ആയിട്ടുള്ള പാടുകൾ കാണും. അങ്ങനെയാ പേടി തുടങ്ങിയത്. പക്ഷെ പിന്നീട് അത് ഇല്ലാതായി. പിന്നെ ഇപ്പൊ പക്ഷെ പാറ്റയെ കൊല്ലുന്നതൊന്നും വലിയ കുഴപ്പമായിട്ട് കാണാൻ. ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പ് ആയിരുന്നു. അപ്പൊ പിന്നെ എന്തായാലും കൊന്നേ പറ്റൂ. അതിന് സ്പ്രേ അടിച്ച് മയക്കിയിട്ടാണ് നമ്മൾ എലിമെന്ററി കനാലൊക്കെ വെളിയിൽ എടുത്തിടുന്നത്. പക്ഷെ അങ്ങനെ ചെയ്ത് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെയുള്ള ഒരു പൂതതയാന്ന് പറഞ്ഞാൽ ആ ഒരു ലെവലിലോട്ടല്ല. പക്ഷെ എനിക്ക് മൃഗങ്ങളെ പൊതുവെ ഇഷ്ടമാണ്. അതിനേക്കാളും എനിക്ക് ചെടികളെയും മരത്തിനെയും വലിയ ഇഷ്ടമാണ്. ഞാൻ ചിലപ്പോൾ ഭയങ്കര വിഷമമൊക്കെ വരുമ്പോൾ ഞാൻ പറമ്പിലൂടെ നടന്നതിനാണ് തെങ്ങിനെയൊക്കെ കെട്ടിപ്പിടിക്കും. ചിലപ്പോൾ ഒരു മാവുണ്ട്, മാവിനെയൊക്കെ ഞാൻ പോയി സംസാരിക്കും. അങ്ങനെയൊക്കെ ചെയ്യാൻ വീട്ടിലിരിക്കുന്നവർ എന്ത് വിചാരിക്കും, ദൈവമേ ഭാര്യയ്ക്ക് എന്തോ അദ്ദേഹത്തിന് അറിയാം. പെറ്റ്സ് എന്ന് പറയുന്നത് എനിക്ക് പട്ടിയില്ല. ഞാൻ അതൊരു രസകരമായിട്ടുള്ള കഥയാണ്, കേൾക്കാൻ സമയമുണ്ടെങ്കിൽ പറയാം. തീർച്ചയായിട്ടും പട്ടിയില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് എനിക്ക്. ഞാൻ നാഷണൽ പോലീസ് അക്കാഡമിയിൽ ട്രെയിനിങ്ങിന് പോയ സമയത്ത് പോലീസ് അക്കാഡമിയിൽ കുറേ പട്ടികൾ വന്ന് കയറും. തെരുവ് നായ്ക്കളുണ്ട്. അപ്പോൾ അവർ തോക്ക് വെച്ച് വെടിവെച്ച് പേടിപ്പിച്ചിട്ടാണ് ഓടിക്കുന്നത്. കൊല്ലാറൊന്നും ഇല്ല, പക്ഷെ വെടിവെക്കും. അവർ വെടിവെച്ച് ശബ്ദം ഉണ്ടാക്കിയിട്ട് പേടിപ്പിച്ച് അവിടെ നിന്ന് ഓടിക്കും. കാരണം തുറന്നു കിടക്കുന്ന സ്ഥലമല്ലേ. അപ്പോൾ ഞങ്ങളുടെ മെസ്സിൻ്റെ അടുത്ത്, ഞങ്ങളുടെ മെസ്സ് എന്നാണ് പറയുന്നത്, ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ അടുത്ത് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം, അതിൻ്റെ അടുത്ത് ഇങ്ങനെ പുറകിൽ 2-3 പട്ടികൾ വന്ന് കിടക്കും. അതിൽ ഒരെണ്ണം എൻ്റെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എൻ്റെ ഹസ്ബൻഡ് അന്ന് ഞങ്ങളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്ന സമയം, ഞങ്ങൾ കുട്ടിക്കാല സുഹൃത്തുക്കളാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡിന് വന്നു. പാസിംഗ് ഔട്ട് പരേഡിന് ഞാൻ അവിടെ വേറൊരു സ്ഥലത്താണ് താമസിച്ചു. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഇങ്ങനെ നടക്കുമായിരുന്നു. അദ്ദേഹം ഞാൻ അങ്ങോട്ട് കൊണ്ടുവിടും, ഇങ്ങനെ തിരിച്ചു വിടും. അങ്ങനെ അപ്പോൾ ഈ പട്ടി ഓടി വന്ന് എൻ്റെ അടുത്ത് വാലാട്ടുമ്പോൾ ഹി യൂസ് ടു ബി സ്കെയർഡ്. എന്ത് പട്ടി പിടിക്കുന്നത്, നാടൻ പട്ടി കടിക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ വല്ല എൻ്റെ ഫ്രണ്ടാണെന്നോ ഞാൻ തടവും. അപ്പൊ പറയും, പട്ടിയെ എന്നെ പട്ടി പണ്ട് കടിച്ചിട്ടുണ്ട്, പട്ടിയെ വളർത്താനൊന്നും പറ്റത്തില്ല എന്ന് പറയും. അപ്പൊ ഞാൻ പറയും, അയ്യോ എന്നാ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ, സോറി എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല എന്ന് പറയും. പട്ടിയാണോ വലുത്? ഞാൻ ആ പട്ടിയാ വലുത്, പട്ടിയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ഉണ്ണിയില്ലാതെ ഞാൻ ജീവിച്ചോളാം. ഉണ്ണിയെന്നാണ് വിളിക്കുന്നത്. ഞാൻ കേരളത്തിൽ വന്ന് ചേർത്തല ASP ആയിട്ടാണ് എൻ്റെ ആദ്യത്തെ പോസ്റ്റിങ്. അപ്പോൾ ചേർത്തല ഞാൻ ASP ആയിട്ട് ഇങ്ങനെ ഒരു ഫ്ലാറ്റ്, ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഞാനിങ്ങനെ അപ്പാർട്ട്മെൻറ്റിൽ കൊച്ചു വീട്, 400 രൂപ കണ്ടേ വാടക ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞ് എനിക്ക് പട്ടിയെ വേണമെന്ന് പറഞ്ഞാൽ പോലീസുകാർ 2 പട്ടിക്കുട്ടികളെ കൊണ്ട് തന്നെ എനിക്ക്. അതിൽ ഒന്ന് ആണും ഒന്ന് പെണ്ണുമാണ്. കുറച്ച് കഴിയുമ്പോൾ ഒരു 2നെയും കൂടെ നോക്കാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ ഒരു വനിതാ പോലീസ് തന്നെ വന്ന് ഒന്നിനെ എടുത്തുകൊണ്ട് പോയി. മറ്റേത് എൻ്റെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ബ്രോൺസ് സിൽവർ എന്നാണ് ഞാൻ പേരിട്ടിരുന്നത്. 2 വെള്ളയായിരുന്നു ഉണ്ട്. അപ്പോൾ ബ്രോൺസ് പിന്നീട് വലുതായി. ഞങ്ങളുടെ കല്യാണം കഴിയുന്ന സമയത്ത് ബ്രോൺസ് കൂടെ ഉണ്ടല്ലോ. എനിക്ക് കുഞ്ഞുണ്ടായപ്പോൾ ഞാനും കുഞ്ഞും കൂടെ ഒരു മുറി കിടക്കും. രാവിലെ എണീറ്റ് ഞാൻ ഹസ്ബൻഡ് കിടക്കുന്ന മുറി നോക്കും, ഹസ്ബൻഡ് ബ്രോൺസിനെ കിട്ടി കുടിച്ചുകൊണ്ട് കിടക്കുന്നതാണ്. ഞാൻ ചോദിച്ചതാണ് പട്ടിയെ ഇഷ്ടമില്ലാത്ത ആള്, അത്രയ്ക്ക് ക്ലോസ് ആയ ആള്. അപ്പൊ അങ്ങനെ ഹൗ ട്രാൻസ്ഫോർമേഷൻ ഹാപ്പൻസ് എന്നുള്ള കഥയാണ്. ഇപ്പൊ വീട്ടില് ആരൊക്കെയുണ്ട്? ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ അമ്മയുണ്ട്, 95 വയസ്സായി. പിന്നെ ഹസ്ബൻഡ് ഇപ്പം റിട്ടയർ ചെയ്തിട്ട് വേറെ ഒരിടത്തും പോകുന്നില്ല. പിന്നെ ഈ 3 പട്ടികൾ, പിന്നെ കയറി വന്ന ഒരു പൂച്ച. ഓ അത് ശരി, അതുകൊണ്ടോ? എല്ലാവരും സ്ഥിരതാമസമാക്കി അല്ലേ? അവരെല്ലാവരും കൂടെ നല്ല ഇണക്കത്തിലാണ്, കുഴപ്പമൊന്നുമില്ല. മോനും ഈ പട്ടികളെയും പൂച്ചകളെയും ഒക്കെ ഇഷ്ടമാണോ? അവനും ഇഷ്ടമാണ് ആ ഒരു സ്വഭാവം. അവൻ ഈ റോഡിൽ കിടക്കുന്ന സകലത്തിനെ എടുത്തോണ്ട് വരും. കുട്ടിയായിരുന്നപ്പോൾ ഇങ്ങനെ ഒരു ആമയെ എടുത്തോണ്ട് വന്നിട്ടുണ്ട്, പിന്നെ ഒരു തവള ഇങ്ങനെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പണ്ട് CBI-ലിരിക്കും. ഭാഗ്യത്തിന് പാമ്പിനെ മാത്രം എടുത്തോണ്ട് വന്നിട്ടില്ല. മാഡത്തിന് ഇങ്ങനെ ഒഴുക്കോടുകൂടി സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ടെന്ന് സ്വയം എപ്പോഴാണ് തിരിച്ചറിഞ്ഞ്? എനിക്ക് അങ്ങനെ കഴിവുണ്ട്. അങ്ങനെ ഒഴുക്കോടുകൂടി എങ്ങനെ സംസാരിക്കുന്നതെന്നുള്ളത് എൻ്റെ ഒരു അത്ഭുതമായിരുന്നു. അത് വായനയിലൂടെ കിട്ടിയതാണോ, അതോ നമ്മൾ സ്ഥിരം ഒരുപാട് ആളുകളോട് ഇടപഴകിയത് കൊണ്ട് കിട്ടിയതാണോ, എങ്ങനെയായിരുന്നു അത്? എൻ്റെ ജീവിതം തന്നെ എങ്ങനെയാ, ഒരു ഒഴുക്കിലങ്ങ് പോവാണ്. എനിക്കറിയില്ല, ഒന്നും പ്ലാൻ ചെയ്ത് ചെയ്യുന്നതല്ലല്ലോ. അത് എവറിത്തിങ് ഇസ് ഇൻ ഫ്ലോ സ്റ്റേറ്റ് എന്നൊക്കെ പറയും. അതങ്ങ് വിട്ടേക്ക്, അതതിൻ്റെ ഒഴുക്കിലേക്ക് പോകും. നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ നിന്ന് കഴിയുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ചിലത് കാണുമ്പോൾ ഞാനൊന്ന് പിടിക്കും. അപ്പോൾ പിടിക്കുമ്പോൾ അത് അസ്വസ്ഥതകൾ ഉണ്ടാകും. എനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഉണ്ടാകും. അപ്പോൾ അത് ഇല്ലാതെ ഇരിക്കുന്ന ഒരു എന്ത് വന്നാലും, അതായത് നെഗറ്റിവിറ്റി വന്നാലും എനിക്ക് അസ്വസ്ഥത ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷെ ഉണ്ടാവുന്നുണ്ട് ഇടയ്ക്ക്. അതുകൊണ്ട് അതില്ലാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പം നോക്കുന്നത്. എൻ്റെ ഇപ്പം അതുപോലെയാണ് ഈ ക്രിറ്റിസിസം, എനിക്കെതിരെയുള്ള വിവാദങ്ങളും വിമർശനങ്ങളും വന്നു കഴിഞ്ഞാൽ അതെന്നെ അഫക്റ്റ് ചെയ്യാതെ അതിന്റെ വഴിക്കങ്ങ് വിട്ടേക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? എതിരെയുള്ള വിവാദങ്ങളും ക്രിറ്റിസിസംസും ഒക്കെ ശ്രദ്ധിക്കണമല്ലോ. ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആളുകൾ എന്റെ സ്ഥലത്തെ കൊണ്ടുവരും. അല്ല, അപ്പോൾ അതിനുവേണ്ടി
പ്രതികരിക്കാറുണ്ടോ അതോ പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നാറുണ്ടോ? ഇപ്പം തൽക്കാലം കാര്യമായിട്ട് പ്രതികരിക്കാറില്ല. പക്ഷേ ചില സമയത്തൊക്കെ ഞാൻ ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി വന്ന് എന്നെ തെറി വിളിക്കുന്ന ആൾ, അല്ലെ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് വന്നിരുന്ന എന്നെ എന്തോ അടി നീ വിചാരിച്ചു, നീ ആരടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംസാരിക്കുന്ന ആൾ എൻ്റെ വീട്ടിനകത്ത് എൻ്റെ മുറിക്കകത്ത് കയറി വന്ന് എന്നെ തെറി വിളിക്കുന്നുണ്ട്. ഞാൻ അയാളെ ഹൈഡ് ചെയ്യും, ബ്ലോക്ക് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പ്രതികരിക്കാതെ തിരിച്ചങ്ങോട്ട് തെറി വിളിക്കുകയല്ല. പക്ഷേ ഐ ഡോണ്ട് അലൗ ഹിം ടു ഡു ദാറ്റ്. ഇപ്പൊ പക്ഷേ കുറെ കൂടിയിട്ടുണ്ട്. കാരണം എനിക്ക് അതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല, ഞാൻ വായിക്കാറേ ഇല്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ മനസ്സമാധാനത്തിന് അതാ നല്ലതെന്ന് തോന്നുന്നല്ലേ. ഇതിനിടയിൽ എപ്പോഴാണ് മാഡം കുറച്ചൊരു സ്പിരിച്വൽ പാത്തിലൂടെ കടന്നുപോയത്? അത് എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു ഡൈവേർഷൻ ഉണ്ടായത്? എനിക്ക് കുറച്ച് അസുഖങ്ങൾ വന്നു ഇടയ്ക്ക്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു പരിധി, ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഈ 3 നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരുമല്ലോ. ഡയബറ്റീസ്, BP, കാർഡിയാക്, 3 ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഏത് പോലീസ് ഓഫീസർക്കും. അത് പോലീസുകാർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉള്ളത്. പക്ഷെ അവർ കുറച്ച് നേരത്തെ വരും തോന്നുന്നു. പക്ഷെ എനിക്കത് കുറച്ചും കൂടെ കൂടിയിട്ട് കുറച്ച് കൂടുതൽ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ എനിക്ക് കുറേ ഓപ്പറേഷൻസും ഒക്കെ വേണ്ടി വന്നു. അപ്പോൾ അതൊക്കെ കാരണം ഞാൻ വിചാരിച്ചു എനിക്ക് മരുന്ന് കഴിച്ച് ഒരു ദിവസം ഐ സ്റ്റാർട്ടഡ്. ഇപ്പം എനിക്ക് കണ്ണാടി നോക്കുമ്പോൾ തന്നെ എനിക്ക് ഭയം, കാണുമ്പോൾ ഒരു സന്തോഷമില്ല, ഒരു സിക്നെസ് തോന്നിയിരുന്നു. വല്ലാതെ അങ്ങ് ശരീരം വല്ലാതായി. പിന്നെ കാലിൽ നീര് വന്നു, മുഖം കാണും, പിഗ്മെന്റേഷൻ കൂടി. അപ്പോൾ ആകെപ്പാടൊരു പ്രയാസമുള്ളൊരു സ്റ്റേജ് വന്നപ്പോഴാണ് ഞാനിത് മാറണമല്ലോ, ഇങ്ങനെ അമിതമായിട്ട് ഞാൻ മെഡിസിൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നതിനേക്കാളും സ്പിരിച്വലായിട്ട്. അപ്പോൾ അപ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് വായിക്കാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ വായനയിലൂടെയാണ് ശരിക്കും സ്പിരിച്വാലിറ്റി ഡെവലപ്പ് ചെയ്ത് വന്നത്. പക്ഷേ എഗെയിൻ അതെനിക്ക് തോന്നുന്ന ആ ഒരു സമയം അതായിരുന്നു, ആ ഒരു ഫ്ലോ സ്റ്റേറ്റിൽ ആ സമയത്ത് ആത്മീയമായിട്ട് നീ ഉണരൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു സന്ദേശം കിട്ടിയത് കൊണ്ട് ഞാൻ ചെയ്തതായിരിക്കാം എന്നാണ് തോന്നുന്നത്. ഈ ഒരു സ്പിരിച്വൽ ഒരു ഫേസിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് പുതിയതാണല്ലോ, കാരണം നമ്മൾ അന്ന് വരെ ശീലിച്ച് വന്നൊരു കാര്യമല്ലല്ലോ. അതിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നോ? ആത്മീയത എന്ന് പറയുന്നത് എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാനത് തിരിച്ചറിഞ്ഞിരുന്നില്ല. അപ്പോൾ നമ്മൾ ഓരോന്നൊക്കെ വായിക്കുമ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ റെസൊണേറ്റ് ചെയ്യുന്ന വൈബ്സ് വിത്ത് യു, സിങ്സ് വിത്ത് യു. അപ്പോഴാണ് അതൊരു മൂമെന്റ് വരത്തില്ലേ, അങ്ങനെയായിരുന്നു, അതുകൊണ്ടാണോ എന്നുള്ളത്. അപ്പൊ എൻ്റെ കുട്ടിക്കാലം മുതൽ എനിക്കിങ്ങനെ ചെറിയ ചെറിയ ഹിൻസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു. ഇങ്ങനൊരു തിങ് ഉണ്ട്, നീ എന്താ അത് കാണാത്തത്. പക്ഷെ ഞാൻ ഈ ഒരു മായാലോകത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയാലിറ്റി, ആബ്സല്യൂട്ട് റിയാലിറ്റി പെട്ടിരിക്കുമ്പോൾ നമ്മൾ സ്പിരിച്വാലിറ്റി നമ്മൾ വിട്ടുകളയും. അപ്പൊ അങ്ങനെയുള്ള ആ സ്പിരിച്വാലിറ്റിയാണ് ശരിക്കും ഇതൊക്കെ മായയാണ്, ഇതാണ് ശരി എന്നുള്ള വേറൊരു ലെവലിലോട്ട് നമ്മൾ ചിന്തിക്കുന്നത്. നാച്ചുറലി സ്പിരിച്വാലിറ്റി അല്ല ലൈഫ് ചേഞ്ചിങ്, ഇറ്റ് ഈസ് ദ മെഡിറ്റേഷൻ. നമ്മൾ മെഡിറ്റേഷനിലൂടെ മാത്രമാണ് ഒരു ജീവിതം തന്നെ മാറി മറിയുന്നത്. നമ്മൾ മെഡിറ്റേഷൻ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഞാനൊരു 5 വർഷം 6 വർഷമൊക്കെ ശരിക്കും ശ്രമിച്ചിട്ട് മാത്രമാണ് മെഡിറ്റേഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായത് തന്നെ. നമ്മൾ ഈ പറയുന്നതൊന്നുമല്ല മെഡിറ്റേഷൻ. യോഗ എന്ന് പറയുന്നത് ഇങ്ങനെ ബോഡി വളച്ച് നിന്നല്ല യോഗ. പിന്നെ എന്താണ് യോഗ? യോഗ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ യൂണിയൻ യോഗ എന്ന് പറഞ്ഞ എൻ്റെ വാക്കിന്റെ അർത്ഥം തന്നെ അത് യോജിക്കുക എന്നുള്ളതിൻ്റെയാണ്. അപ്പൊ നമ്മളാകുന്ന ഈ സ്ഥൂല ശരീരം ഒരു പ്രാണന്, നമ്മുടെ സുപ്രീം കോൺഷ്യസ്നെസ്സുമായിട്ട് യോജിക്കുന്ന ഒരു സ്റ്റേജാണ് യോഗ എന്ന് പറയുന്നത്. അതിന് നമ്മൾ പല രീതിയിലുള്ള യോഗകളുണ്ട്. ഹഠാസന, മറ്റേ ശക്തി യോഗ, ക്രിയായോഗ, കർമ്മയോഗ എന്നൊക്കെ പറഞ്ഞ് കുറേ യോഗകളുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു അവയർനെസ്. നമ്മുടെ ഈ ബോഡിയിൽ നിന്നും മാറിക്കൊണ്ട് നിന്നുകൊണ്ട് നമുക്കൊരു അവയർനെസ് ഉണ്ട്, എല്ലാം ഒന്നാണ്, ഇതെല്ലാം ആ ഒരു ശക്തിയുടെ ഭാഗമാണ്, എല്ലാത്തിലും ആ ഒരു ചൈതന്യം ഉണ്ട് എന്നുള്ളൊരു റിയലൈസേഷൻ വരുമ്പോൾ അത് പോസിബിൾ ആവുന്നത് മെഡിറ്റേഷനിലൂടെ മാത്രമാണ്. അതിപ്പോൾ നാം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അത് ശരിയാണ്. പക്ഷേ കേൾക്കുമ്പോൾ നമുക്ക് എന്താ ഈ പറയുന്നതെന്നുള്ളൊരു തോന്നൽ വരുന്ന അവസ്ഥയാണ്. പക്ഷേ നമ്മൾ ധ്യാനം വളരെ നന്നായിട്ട് ശീലിച്ച് കഴിഞ്ഞാൽ ആ ധ്യാനത്തിലൂടെയുള്ള അനുഭവത്തിലൂടെ നമുക്കിത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അത് നമ്മൾ ഓരോരുത്തരായിട്ട് അനുഭവിച്ച് അറിയേണ്ട കാര്യമാണ്. അത് ശരിയാണ്. ഈ ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ ഫേസിലൂടെ കടന്നു പോയപ്പോഴാണ് ഈ രാഷ്ട്രീയമൊന്നും വേണ്ട എന്ന് വിചാരിച്ചിരുന്ന ഒരാൾക്കൊരു ഉൾവിളി ഉണ്ടാകുന്നതെന്ന് ഞാൻ കേൾക്കാനിടയായി. അത് സത്യമാണോ? അത് എങ്ങനെയായിരുന്നു? ആണ്. കാരണം എന്നെ ഈ രാഷ്ട്രീയമായിട്ട് പാർട്ടിയിൽ ചേരണം എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി എന്നോട് നേരത്തെ വന്നായിരുന്നു. അപ്പോഴൊന്നും ഞാൻ ഈ ഒരു റിയാലിറ്റിയുടെ ലോകത്ത് ഉറച്ചു നിന്നിരുന്നത് കൊണ്ട് അതെന്നെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്ക് തോന്നി. എൻ്റെ തെറ്റായിട്ടുള്ള ധാരണകളായിരുന്നു, രാഷ്ട്രീയക്കാർക്ക് ഇതൊക്കെയാണ് വേണ്ടത് എന്നൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറെ. ആ ധാരണകൾ തെറ്റാണ് എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായതും അടുത്ത പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ ഡോണ്ട് സേ നോ എന്നുള്ളൊരു മെസ്സേജ് കിട്ടിയതും ഒരു മെഡിറ്റേഷൻ്റെ അവസാനമായിട്ടായിരുന്നു.
അങ്ങനെ അതിന് ശേഷം ടുക്മിയോണ് എന്താണല്ലോ എടുക്കുക. ആ ഒരു ഫ്ലോയിലങ്ങ് പോകുന്നു അല്ലേ. ഇതിനിടയിൽ എപ്പോഴും ഈ പാട്ടുകളും ഇങ്ങനെ തന്നെ സംഭവിക്കുന്നതാണ്. ഒരു പോയിറ്റാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതും ഈ ഒരു നമ്മുടെ ഈ ഒരു മെഡിറ്റേഷനോ അല്ലെങ്കിൽ നമ്മുടേതായ ഒരു ഉൾവിളികളിൽ നിന്നൊക്കെ സംഭവിക്കുന്നതാണ്. പലർക്കും ക്രിയേറ്റിവിറ്റി അങ്ങനെ പറ്റാറുണ്ട്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് മെഡിറ്റേഷനിലൂടെ മാത്രമായിരിക്കത്തില്ല. നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ പരന്ന് കിടക്കുകയാണല്ലോ. യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ പ്രകൃതി യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ രീതിയിലാണ്. നമ്മൾ സാധാരണ യൂണിവേഴ്സ് എന്ന് കേട്ട് കഴിയുമ്പോൾ എല്ലാവരും ഓർക്കുന്നത് ഇങ്ങനെ ഓടുന്ന സൂര്യൻ, അതിൻ്റെ ചുറ്റും ഓടുന്ന കുറേ പ്ലാനറ്റുകൾ, അതിൻ്റെ പ്ലാനറ്റിൻ്റെ കൊട്ടും ഇങ്ങനെ ഭ്രാന്തമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് സ്പേസിൽ. അതാണ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ. അതല്ല ശരിക്കും. ഇത് ആത്മീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശക്തി, നമ്മുടെ ക്രിയേറ്റീവ് ഫോഴ്സാണ്. എന്താണ് നമ്മുടെ എല്ലാം സൃഷ്ടിക്കുന്ന സൃഷ്ടാവ് എന്ന് പറയുന്നത് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദൈവം എന്ന് വിളിക്കുന്ന ഒരു വലിയ ശക്തി ആണ് അത്. അതിന് പല പേരുകളുണ്ട്. ചിലർ അതിനെ പ്രകൃതി, അതിനെ ചിലപ്പോൾ അതിനെ പ്രാണ എന്ന് വിളിക്കും, ചിലപ്പോൾ അതിനെ ശക്തി എന്ന് വിളിക്കും, ചിലപ്പോൾ പലരും നമ്മൾ ചിലപ്പോൾ ദൈവം വിളിക്കും. ദൈവത്തിൻ്റെ പേരുകൾ പറഞ്ഞ് വിളിക്കുന്നത് ശരിയുമല്ല. കാരണം അതൊക്കെ ഓരോ അങ്ങോട്ട് പോകാനുള്ള എത്തിപ്പറ്റാനുള്ള ഒരു ഷോർട്ട് കട്ട് എന്നല്ല, നമ്മുടെ ഒരു പ്രയാണത്തിൽ അത് ഇല്ലാതെ നമുക്കൊരു രൂപമില്ല. അതിപ്പോൾ എനിക്ക് ഭഗവാനിലോട്ട് എത്താനായിട്ട് ഗണപതി സ്വാമിയാണ് എനിക്ക് ഭക്തി എന്നുണ്ടെങ്കിൽ ഗണപതി എന്നെ അവിടെ കൊണ്ടെത്തിക്കും. ശിവനാണ് ഭക്തി എന്നുണ്ടെങ്കിൽ ശിവൻ എൻ്റെ ജീസസ് ആണെന്നുണ്ടെങ്കിൽ ജീസസ് എന്നെ കൊണ്ടെത്തിക്കും. അപ്പോൾ ആ എത്തിക്കുന്നതെല്ലാം ഒരിടത്താണ്. ആ ഒരു ഇതിനെയാണ് ഞാൻ യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ നീണ്ടു പരന്ന് കിടക്കുകയാണ്. അതിൽ നിന്നാണ് നമ്മുടെ തോട്ട്സ് ഒക്കെ വരിക. അപ്പം നമ്മൾ നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ പഴയ പാസ്റ്റും ഒക്കെ അനുസരിച്ചാണ് ചിന്തിക്കുന്നത്. പക്ഷെ അതല്ലാതെ നമ്മൾ കുറച്ചൊന്ന് ക്വയറ്റായിട്ടിരിക്കുന്ന സ്റ്റില്ലായിട്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ഇൻപുട്സ് വരിക അവിടെ നിന്ന്. അപ്പോൾ ആ ഇൻപുട്സ് വെച്ചിട്ടാണ് നമ്മുടെ ജീവിതം മൊത്തം ഷേപ്പ് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ, നമുക്കത് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഇപ്പോൾ നമ്മുടെ ചുറ്റും എന്തൊക്കെയാണ് നമ്മുടെ സാധ്യതകൾ എന്ന് അറിയാനായിട്ട് ആണ് ഈ മെഡിറ്റേഷൻ സഹായിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം ഫോർ അവർ സെൽഫിഷ് ആവണം എന്നേ പറ്റൂ. നമ്മൾ ഫുൾ ടൈം മറ്റുള്ളവർക്ക് വേണ്ടി ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾക്ക് സ്വയം സെൽഫിഷായിട്ട് കുറച്ച് സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ചിരുന്ന് കഴിഞ്ഞാലാണ് ആ ഒരു ഇൻപുട്സ് ഫ്രം ഔട്ട്സൈഡ് വരുന്നത്. അതാണ് ഈ ക്രിയേറ്റിവിറ്റിയുടെ ബേസിസ്. അതെ. അപ്പോൾ ഈ കവിതയൊക്കെ ആ ഒരു ഇൻപുട്ടിൽ നിന്ന് വന്ന കാര്യങ്ങളായിരുന്നു ആയിരിക്കും. അതെനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതെല്ലാം ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നേ അറിയാൻ പറ്റുള്ളൂ. അത് എല്ലാത്തിനും ഒരു പെർപ്പസ് ഉണ്ട്. ഇപ്പം ഞാൻ ഈ രാഷ്ട്രീയത്തിൽ ചേർന്നതും സമൂഹത്തിന് ആവശ്യമായതുകൊണ്ടാണ്. ഒരു നന്മ അതിൽ നിന്ന് കിട്ടാനുള്ളതാണ്. എൻ്റെ സർവീസ് എന്ന് പറയുന്നത് നീ ഇവിടെ തീർന്നില്ലടി, നിനക്ക് ഇനിയും കുറേ ജോലിയും കൂടെ ചെയ്യാനുണ്ട്, പോയി സർവ് ചെയ്യുക എന്ന് പറഞ്ഞ് വിടുന്ന പോലെയാണ്. മനസ്സിലായോ? നിന്റെ ജോലി തീർന്നിട്ടില്ല, നിനക്ക് ഇനിയും കുറെ കൂടെ സാമൂഹ്യ സേവനം ബാക്കി കിടക്കുന്നു, പോയി ചെയ്തിട്ട് വാ. അല്ല, നമുക്ക് പെട്ടെന്ന് നമ്മൾ അങ്ങനെ ഒരു തോന്നലുണ്ടാവുന്നു, നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുന്നു, നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടുകാരുടെ ഒരു സമ്മതം അല്ലെങ്കിൽ അവരുടെ ഒരു അഭിപ്രായം കൂടെ എടുക്കൂലേ? എന്തായിരുന്നു അമ്മയുടെയും ഭർത്താവിന്റെയും മകന്റെയും ഒക്കെ ഒരു പ്രതികരണം? അമ്മ കുറച്ച് പ്രായമായതുകൊണ്ട് അതിനൊന്നും അഭിപ്രായം പറയാനുള്ള ഒരു സ്ഥിതിയിലല്ല. പക്ഷെ ഇതുവരെ റെസിസ്റ്റൻസ് ഒന്നും ചെയ്തിട്ടില്ല. അമ്മ എല്ലാ കാര്യത്തിലും ഞാൻ ചെയ്യുന്ന എന്തിലും അമ്മയ്ക്ക് ഭയങ്കര അഭിമാനമാണ്. അതെപ്പോഴും അഭിമാനമാണ്. ഞാൻ രേഖ എന്ത് ചെയ്താലും ശരിയാവും എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് വളരെ അഭിമാനമാണ് തോന്നുന്നു. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പല പ്രാവശ്യം വേണ്ട എന്ന് പറഞ്ഞു. അതിനെന്താ അപ്പം നമുക്ക് തിരിച്ചു പറയാനുള്ളത്? ഇതെൻ്റെ നിയോഗം, അത് ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ പറ്റുള്ളൂ. ഞാൻ ചൂസ് ചെയ്തതല്ല ഇത്. ദിസ് ഹാസ് ചോസൺ മീ എന്നാണ് ഞാൻ എപ്പോഴും അദ്ദേഹത്തോട് പറയുന്നത്. എനിക്ക് അണ്ടർസ്റ്റാൻഡ്സ്. പക്ഷെ മോൻ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് അവനെ കാണുന്നത്. ഇപ്പോൾ എറണാകുളത്തായതുകൊണ്ട് അപ്പോൾ ഞാൻ ഇലക്ഷൻ നിൽക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവനായിട്ട് അപ്പം ഞാൻ എന്താ ചെയ്തു തരേണ്ടത്, എന്ത് സപ്പോർട്ട് എൻ്റെ ഇത് വേണ്ടേ എന്നാണ് അവൻ ചോദിക്കുന്നത്. സോ ഹി ഓൾസോ അക്സെപ്റ്റ്സ് മീ. വട്ടിയൂർക്കാവിലെ MLA ആയിട്ട് എത്തുകയാണെങ്കിൽ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനം എന്തായിരിക്കും? വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം. അതാണ് ഏറ്റവും പത്തറ്റിക്. നമ്മൾ വട്ടിയൂർക്കാവ് എന്ന് പറയുമ്പോൾ തന്നെ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ്റെ പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് മനസ്സിലോട്ട് എല്ലാവരുടെയും മനസ്സിൽ വരുന്നത്. അപ്പോൾ അത് എല്ലായിടും പൊളിഞ്ഞു കിടക്കും. 75ഓളം കടയും വീടുകളും പൊളിച്ചു കളഞ്ഞ് അവരെ ഒഴിപ്പിച്ചിട്ടാണ് അവിടെ കുറച്ച് റോഡ് കൂടുതലാക്കി എടുക്കാൻ. പക്ഷെ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ചുമ്മാ മണ്ണിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അവിടെ റോഡ് പോലും ഇല്ല. അതിൻ്റെ നടുക്കുള്ള ഒരു ഭാഗം മുഴുവൻ കുത്തിപ്പൊളിച്ചിട്ടിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അവിടെയുള്ള ഇപ്പോൾ പുളിമരം ഇന്ന് കട്ട് ചെയ്തു. എങ്ങനെയാണ് ഈ മരമൊക്കെ മുറിച്ച് കളയുന്നത്? നല്ല ഹെൽത്തി ആയിട്ടുള്ള പുളിമരം മുറിച്ച് കളയുകയാണ്. അപ്പോൾ ഇത് എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനഃപൂർവ്വം കുളമാക്കാനാണോ എന്നറിയില്ല. അവിടെ ഈ റോഡിൻ്റെ മുകളിൽ ഇങ്ങനെ ടാർ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ അടിയിൽ കിടക്കുന്ന പൈപ്പുകളും വാട്ടർ പൈപ്പും ഒക്കെ ദ്രവിച്ചതാണ്. അതൊന്നും അവർ മാറ്റിയിട്ടും ഇല്ലാതെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്നു. പിന്നെ കറണ്ട് കണക്ഷൻ വട്ടിയൂർക്കാവ് മൊത്തം ഞാൻ ഇന്നലെ പര്യടനം തുടങ്ങിയപ്പോൾ തൊട്ടും അതിന് മുമ്പൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ സ്റ്റേ വയേഴ്സ്, ലൂസ് വയേഴ്സൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ വീണ് കിടക്കുന്നതായിട്ടാണ്. ഞാൻ ശാസ്ത്രമംഗലത്ത് അതൊക്കെ മാറ്റിയല്ലോ. എന്തുകൊണ്ടാണ് അവിടുത്തെ ആൾക്കാർക്ക്, ചില അകത്തോട്ടുള്ള സ്ഥലങ്ങളിലെ ആൾക്കാർക്കൊന്നും അത്
എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. MLA ക്ക് എന്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല? അപ്പൊ അതുകൊണ്ട് ഈ ഒരുപാട് കാര്യങ്ങളുണ്ട്. വട്ടിയൂർക്കാവിലുള്ള ആ ജംഗ്ഷൻ വികസനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. കാരണം അത് വളരെ നല്ല ഒരു ഏരിയയാണ്. രണ്ടാമത്തെ പേരൂർക്കട എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹബ്ബാണ്. അത് നെടുമങ്ങാട് നിന്ന് സിറ്റിയിലേക്ക് വരികയും സിറ്റിയിൽ നിന്ന് റൂറൽ ഏരിയയിലേക്ക് പോവുകയും ചെയ്യുന്ന വാഹനങ്ങൾ അതുവഴിയാണ് പോകുന്നത്. പിന്നെ കൂടാതെ കൊടപ്പനക്കുന്ന് സിവിൽ സ്റ്റേഷനിലോട്ട് പോകുന്ന റോഡും അവിടെ തന്നെയാണ്. അപ്പോൾ അതിന് 4-5 വഴികൾ കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു മേൽപ്പാലം വരിക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് രണ്ടുമുള്ള സമഗ്ര വികസനം അവിടെ വേണം. പിന്നെ പാർക്കിംഗ് സ്പേസസ് കണ്ടുപിടിക്കണം. ട്രാഫിക് സുരക്ഷ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അങ്ങനെ ചെയ്യണം. പിന്നെ പോളിടെക്നിക്ക് വളരെ മോശം സ്ഥിതിയിലിരിക്കുന്നു. അവിടുത്തെ ജനറൽ ഹോസ്പിറ്റലുണ്ട് പേരൂർക്കടയിൽ, വളരെ മോശമാണ്. അവിടെ മരുന്നില്ല, സ്റ്റാഫില്ല, കെട്ടിടം ശരിയല്ല. അവിടോട്ടൊന്നും ആരും ഇപ്പോൾ ചികിത്സിക്കാനേ പോകാറില്ല. അപ്പോൾ അങ്ങനെ അതിൻ്റെ സാഹചര്യം മെച്ചപ്പെടുത്തിയെടുക്കണം. അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാനായിട്ട് സ്കോപ്പുള്ള സ്ഥലമാണ്. പ്ലാൻഡ് ആയിട്ട് അതൊക്കെ ചെയ്യണം. സർവീസിലിരുന്നപ്പോൾ വളരെ കർക്കശക്കാരിയായിരുന്ന ഒരു ഉദ്യോഗസ്ഥയായിരുന്നു. കുറച്ച് ഇവൻ നീഡഡ്. കാരണം ഞാൻ ഒരു ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആവശ്യമുള്ളവർക്ക് പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട്, റിവാർഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചില സമയത്ത് ഞാൻ വളരെ കുറച്ച് കൂടുതലും ചെയ്തിട്ടുണ്ടെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. കാരണം വേണ്ടാത്തിടത്തും കൂടെ ഞാൻ കുറച്ച് കൂടുതലായിട്ട് കാർക്കശ്യം ഉപയോഗിച്ചതായിട്ട് എനിക്ക് ഇപ്പൊ തോന്നുന്നു. പക്ഷെ ജനങ്ങളുടെ സേവനങ്ങളുടെ കാര്യത്തിലും ആ കാർക്കശ്യം ഉണ്ടായിരിക്കട്ടെ. അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാകുന്ന ഒരു MLA ആയി മാറാൻ സാധിക്കട്ടെ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.